പോലീസിനെ ഭീഷണിപ്പെടുത്തിയ തീക്കാറ്റ് സാജൻ ഒളിവിൽ തന്നെ. ദിവസങ്ങൾ പിന്നിട്ടിട്ടും തീക്കാറ്റ് സാജനെ പിടികൂടാനാകാത്തത് തലവേദനയായി. ഒളിവിൽ കഴിയുന്ന പ്രതി പോലീസിനെ വീണ്ടും വെല്ലുവിളിച്ച സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റ്. കരുവന്നൂർ പുഴയിൽ ചാടി യുവാവിനായി തിരച്ചിൽ തുടരുന്നു. കരുവന്നൂർ വലിയ പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയുള്ള ആത്മഹത്യ തടയുന്നതിന് വയർ ഫെൻസിംഗ് പ്രവൃത്തികൾ 2 ആഴ്ചയ്ക്കുള്ളിൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സംസ്ഥാനത്ത് 3-ാം പാതയ്ക്ക് റെയിൽവേ സർവേ ആരംഭിച്ചു. ഷൊർണൂർ മംഗലൂരു, ഷൊർണൂർ കോയമ്പത്തൂർ, എറണാകുളം ഷൊർണൂർ പാതകളിലാണ് 3-ാം പാതയ്ക്ക് സാധ്യത. മുസ്ലിംസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിച്ച മതിലകത്തെ ബംഗ്ലാർ കടവ് കാട് കയറി നശിക്കുന്നു. ചരിത്ര മ്യൂസിയമാക്കി മാറ്റുമെന്നത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. ഇരിങ്ങാലക്കുട നഗരസഭ ട്രെഞ്ചിംഗ് ഗ്രൌണ്ടിലേക്ക് എത്തിയ മാലിന്യങ്ങൾ കൊണ്ടുവന്ന വാഹനങ്ങൾ ഹെവൻ ശ്രീ പ്രവർത്തകർ തടഞ്ഞു. അംഗങ്ങൾക്കുള്ള ശമ്പളം നൽകാത്തതിനാലാണ് വാഹനങ്ങൾ തടഞ്ഞത്. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ കമ്മീഷണർ ഓഫീസും ഈസ്റ്റ് പോലീസ് സ്റ്റേഷനും ബോംബ് വെച്ച് തകർക്കുമെന്ന് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ പ്രതി തീക്കാറ്റ് സാജൻ ഒളിവിൽ തന്നെ. തിങ്കളാഴ്ച പുലർച്ചെയാണ് സാജൻ തൃശൂർ വെസ്റ്റ് സ്റ്റേഷനിലേക്ക് ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത്. കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് അന്ന് തന്നെ കോടതിയിൽ നിന്ന് സെർച്ച് വാറന്റ് വാങ്ങി തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ദിവസങ്ങൾ പിന്നിട്ടിട്ടും തീക്കാറ്റ് സാജനെ പിടികൂടാനാകാത്തത് തലവേദനയായിരിക്കുകയാണ്. ഒളിവിൽ കഴിയുന്ന പ്രതി ഉയർന്ന ഉദ്യോഗസ്ഥരെ സമൂഹമാധ്യമങ്ങൾ വഴി വെല്ലുവിളിക്കുന്നതും തുടരുകയാണ്. തേക്കിൻകാട് മൈതാനിയിൽ ഞായറാഴ്ച സംഘടിപ്പിച്ച തീക്കാറ്റ് സാജന്റെ പിറന്നാൾ ആഘോഷം പോലീസ് പൊളിച്ചതും പിറന്നാൾ ആഘോഷത്തിൽ പങ്കെടുക്കാനെത്തിയ 30ഓളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തതുമാണ് സാജനെ പ്രകോപിതനാക്കിയത്. കരുവന്നൂർ പുഴയിൽ ചാടിയ യുവാവിനായി തിരച്ചിൽ തുടരുന്നു. ഇരിങ്ങാലക്കുട ഫയർഫോഴ്സും തൃശൂരിൽ നിന്നെത്തിയ സ്കൂബ ടീമും ചേർന്നാണ് തിരച്ചിൽ നടത്തുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ഇരിങ്ങാലക്കുട കോരുമ്പിശ്ശേരി സ്വദേശി വലിയ വീട്ടിൽ വേണു മകൻ 20 വയസ്സുള്ള ഹരികൃഷ്ണൻ പുഴയിൽ ചാടിയത്. സുഹൃത്തുക്കൾക്ക് സോഷ്യൽ മീഡിയ വഴി സന്ദേശം നൽകിയാണ് ഇയാൾ കരുവന്നൂർ വലിയ പാലത്തിന് മുകളിൽ നിന്നും പുഴയിലേക്ക് ചാടിയത്. കനത്ത മഴയിൽ കരുവന്നൂർ പുഴ കവിഞ്ഞ് ഒഴുകുന്നതിനാൽ നല്ല അടിയൊഴുക്കും പുഴയിലുണ്ട്. കരുവന്നൂർ വലിയ പാലത്തിൽ നിന്ന് ചാടി ചുരുങ്ങിയ കാലത്തിനുള്ളിൽ 8ഓളം പേരാണ് ആത്മഹത്യാശ്രമം നടത്തിയത്. പാലത്തിൽ ഫെൻസിംഗ് നടത്തുമെന്ന അധികൃതർ പ്രഖ്യാപനം നടത്തിയെങ്കിലും ഇതുവരെ നടപ്പിലായിട്ടില്ല. കരുവന്നൂർ വലിയ പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയുള്ള ആത്മഹത്യ തടയുന്നതിന് അരികുവശങ്ങളിൽ വയർ ഫെൻസിംഗ് 2 ആഴ്ചയ്ക്കുള്ളിൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയുള്ള ആത്മഹത്യകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇതു സംബന്ധിച്ച നിർദ്ദേശങ്ങൾ KSTP ഉദ്യോഗസ്ഥർക്ക് നൽകിയെന്നും മന്ത്രി അറിയിച്ചു. കരുവന്നൂർ പാലത്തിന് ആത്മഹത്യ മുനമ്പാക്കാൻ അനുവദിക്കില്ല. ആത്മഹത്യകൾ കൂടി വരുന്നതിനാൽ പ്രദേശവാസികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് വളരെ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് സമാന്തര പാതയ്ക്കും 3-ാം പാതയ്ക്കുമായി റെയിൽവേ സർവേ ആരംഭിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലായാണ് 3-ാം പാതയ്ക്ക് വേണ്ടിയുള്ള സർവേ റെയിൽവേ ആരംഭിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം ഡിവിഷനിലെ എറണാകുളം ഷൊർണൂർ, പാലക്കാട് ഡിവിഷനിലെ ഷൊർണൂർ കോയമ്പത്തൂർ, ഷൊർണൂർ മാംഗ്ലൂർ എന്നിവിടങ്ങളിലാണ് റെയിൽവേ സർവേ നടത്തിയത്. ഇതിൽ കോയമ്പത്തൂരിൽ നിന്നും ഷൊർണൂർ വരെയുള്ള പാത പൈങ്കുളം ഭാഗത്ത് ഭാരതപ്പുഴയ്ക്ക് കുറുകെ വന്ന് വാഴാലിക്കാവിനടുത്തുകൂടിയാണ് കടന്നു പോകുന്നത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. നിലവിലെ പാതയ്ക്ക് സമാന്തരമായി മറ്റൊരു പാത നിർമ്മിച്ചാൽ ട്രെയിനുകളുടെ വേഗത വർദ്ധിപ്പിക്കാൻ സാധ്യമാവില്ല എന്ന പഠന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ പാതയ്ക്ക് സമാന്തരമല്ലാതെ മറ്റൊരു പാത നിർമ്മിക്കാൻ റെയിൽവേ ഒരുങ്ങുന്നത്. എന്നാൽ ഇത് ഉടനെ നടപ്പിലാകില്ലെന്നും വ്യക്തമായ പദ്ധതി റിപ്പോർട്ട് പോലും ആയിട്ടില്ല എന്നും ഇത്തരത്തിലുള്ള 3-ാം പാത വന്നാൽ പോലും വേഗത വർദ്ധിപ്പിക്കാൻ സാധ്യമാകില്ല എന്നും മുൻ റെയിൽവേ ജീവനക്കാരനായ K ശശിധരൻ പറയുന്നു. 3-ാം പാതയും 4-ാം പാതയും വന്നാൽ പോലും അതിന് 130 കിലോമീറ്റർ വേഗതയോ 110 കിലോമീറ്റർ വേഗതയോ ആണ് പറയുന്നത്. 160 കിലോമീറ്റർ വേഗത എന്ന് പറയുന്നതിൽ പോലും എത്തുമോ എന്നുള്ളത് സംശയത്തിന്റെ നിഴലിലാണ്. നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ ഒന്നും ഇവിടെ വരാൻ പോകുന്നില്ല. വന്ദേ ഭാരതിന്റെ വേഗത പോലും 60 കിലോമീറ്റർ ആവറേജ് സ്പീഡിലാണ് നിലനിൽക്കുന്നത്. പക്ഷെ അടിയന്തരമായി നടപ്പിലാക്കേണ്ട ഷൊർണൂരും എറണാകുളത്തിന്റെ ഇടയിലുള്ള ബോട്ടിൽ നെക്ക് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്, വേഗത കൂട്ടുക എന്നുള്ളതാണ്. ഭൂമിശാസ്ത്രപരമായ കാരണങ്ങളും ഷൊർണൂർ, പാലക്കാട്, എറണാകുളം മേഖലകളിൽ കൂടി കടന്നുപോകുന്ന ട്രെയിനുകളുടെ എണ്ണം കൂടുതലായതിനാലുമാണ് ഇത് സാധ്യമാകാത്തതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. 2 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെയുള്ള വളവുകൾ ഉള്ളതിനാൽ നിലവിലെ പാതയ്ക്ക് സമാന്തരമായി മറ്റൊരു പാത എന്നത് അപ്രായോഗികമാണെന്ന് റെയിൽവേ വ്യക്തമാക്കുന്നുണ്ട്. ചെറുതുരുത്തി, പൈങ്കുളം, തൊഴൂപ്പാടം എന്നീ പ്രദേശങ്ങളിൽ മണ്ണ് പരിശോധനയും നടക്കുന്നതായി പറയുന്നു.
ഷൊർണൂരിൽ നിന്നും കോയമ്പത്തൂരിലേക്കുള്ള പുതിയ പാതയിൽ 3-ന് പുറമെ 4-മതൊരു പാതയ്ക്ക് കൂടിയുള്ള സ്ഥാനനിർണയ സർവേയും നടക്കുന്നുണ്ടെന്ന് റെയിൽവേ വൃത്തങ്ങൾ പറയുന്നു. TCV ചെറുതുരുത്തി. മുസ്രീസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിച്ച മതിലകത്തെ ബംഗ്ലാർ കടവ് കാട് കയറി നശിക്കുന്നു. ചരിത്ര മ്യൂസിയമാക്കി മാറ്റും എന്നത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. തൃക്കണ മതിലകത്തിന്റെ ചരിത്രം പറയുന്ന പുരാതനമായ മതിലകം ബംഗ്ലാവ് കടവ് 2021 33 ലക്ഷം രൂപ ചെലവിട്ട് കമ്മ്യൂണിറ്റി സെന്ററാക്കി മാറ്റിയത്. കനോലി കനാലിന്റെ തീരത്ത് ബ്രിട്ടീഷ് ഭരണകാലത്ത് പണിതീർത്ത ബംഗ്ലാവാണ് മുസ്രീസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കമ്മ്യൂണിറ്റി സെന്ററാക്കി മാറ്റിയത്. ബംഗ്ലാവിന്റെ പൗരാണികത നിലനിർത്തിയാണ് പുനർനിർമ്മിച്ചത്. പൗരാണിക ബംഗ്ലാവ് കമ്മ്യൂണിറ്റി സെന്റർ ആകുന്നതോടെ രാവിലെ മുതൽ ഉച്ചവരെയുള്ള സമയം കുട്ടികൾക്കും ഉച്ച മുതൽ വൈകിട്ട് വരെയുള്ള സമയം സ്ത്രീകൾക്കും വൈകുന്നേരം മുതൽ രാത്രി നിശ്ചിത സമയം വരെ മുതിർന്നവർക്കും വായനയ്ക്കും വിനോദ വിശ്രമവേളകൾക്കുമായി ഉപയോഗിക്കാമെന്നായിരുന്നു അന്നത്തെ പ്രഖ്യാപനം. മാത്രമല്ല മതിലകത്തിന്റെ ചരിത്രവും സംസ്കാരവും പ്രദർശിപ്പിക്കുന്നതിനായി ഒരു മ്യൂസിയവും പ്രഖ്യാപിച്ചു. പക്ഷേ ഒന്നും നടപ്പിലായില്ല. ഇപ്പോൾ ബംഗ്ലാവിന് ചുറ്റും കാട് കയറിയ അവസ്ഥയിലാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് പോയതല്ലാതെ ഉദ്യോഗസ്ഥരാരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. മതിലകത്ത് നിന്ന് ഗവേഷണത്തിലൂടെ ലഭിച്ച ചരിത്ര ശേഷിപ്പുകൾ വിവിധ മ്യൂസിയങ്ങളിലായി പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. ഇതെല്ലാം തിരികെ കൊണ്ട് വരേണ്ടതുണ്ടെന്ന് മതിലകം പൈതൃക സംരക്ഷണ സമിതി പ്രസിഡന്റ് KM ഗോപാലൻ പറഞ്ഞു. ഏറെ പ്രതീക്ഷയോടെയാണ് നമ്മൾ മതിലകം ബംഗ്ലാങ്കടവിൽ ഒരു ചരിത്ര മ്യൂസിയം അന്ന് തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ തന്നെ അതിനെ കണ്ടിരുന്നത്. മതിലകം പ്രദേശത്തു നിന്ന് അനേകം ചരിത്ര ശേഷിപ്പുകളും പുരാവസ്തുക്കളൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് സംരക്ഷിക്കാൻ ഒരു ഇടം പോലും ഇല്ലാത്ത അവസ്ഥയിൽ ഇത് വന്നപ്പോൾ പ്രതീക്ഷ ഉണ്ടായതൊക്കെ തന്നെ തകർത്ത് കളഞ്ഞ് അത് സംരക്ഷിക്കാനുള്ള യാതൊരു നടപടിയും മുസ്ലിസ് പൈതൃക പദ്ധതിയുടെ ഭാഗത്തു നിന്നും ഇപ്പം ഉണ്ടായിട്ടില്ല. ആദ്യകാലങ്ങളിൽ കനോലി കനാലിലൂടെ മലബാറിലേക്കും മറ്റും യാത്ര ചെയ്തിരുന്നവർ ഇവിടെയാണ് വിശ്രമിച്ചിരുന്നത്. കോട്ടപ്പുറം മുതൽ പൊന്നാനി വരെ കനോലി കനാലിലൂടെ വഞ്ചി സർവീസും ബോട്ട് സർവീസും ഉണ്ടായിരുന്നു. കമ്പനി വഞ്ചി എന്നാണ് വള്ളത്തിനെ വിളിച്ചിരുന്നത്. നാട്ടുകാർ രാവിലത്തെ സമയം കണക്കാക്കിയിരുന്നത് വഞ്ചിയുടെ ഈ ഹോണിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ട്രാവലേഴ്സ് ബംഗ്ലാവിന് സമീപം വഞ്ചിക്ക് സ്റ്റോപ്പുണ്ടായിരുന്നു. ഇതാണ് ബംഗ്ലാവ് കടവ് എന്ന പേരിന് ആധാരം. ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ കളക്ടറായിരുന്ന വില്യം ലോഗൻ മലബാർ മാനുവൽ എഴുതുന്നതിന് പല ഘട്ടത്തിലും ഈ ബംഗ്ലാവിൽ താമസിച്ചിരുന്നു. കൂടാതെ ജലഗതാഗതം നിലനിന്നിരുന്ന കാലത്ത് ചുങ്കപ്പിരിവിനായും ബംഗ്ലാവ് ഉപയോഗപ്പെടുത്തിയിരുന്നു. ദീർഘകാലം മതിലകം വില്ലേജ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നതും ഈ കെട്ടിടത്തിലാണ്. TCV ന്യൂസ് കയ്പമംഗലം. ഇരിങ്ങാലക്കുട നഗരസഭ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലേക്ക് എത്തിയ വാഹനങ്ങൾ ഹെവൻ ശ്രീ പ്രവർത്തകർ തടഞ്ഞു. ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ മാലിന്യങ്ങൾ വേർതിരിക്കുന്ന ഹെവൻ ശ്രീ അംഗങ്ങൾക്കുള്ള ശമ്പളം നൽകാത്തതിനെ തുടർന്നാണ് 17ഓളം വരുന്ന സ്ത്രീകളായ പ്രവർത്തകർ മാലിന്യ വണ്ടികൾ തടഞ്ഞത്. ശമ്പള ഇനത്തിൽ 1 ലക്ഷത്തിലധികം രൂപ ഇവർക്ക് ലഭിക്കാനുണ്ട്. ഇതിനെ തുടർന്ന് ഇരിങ്ങാലക്കുട നഗരസഭയിലെ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലേക്കുള്ള മാലിന്യ നീക്കം സ്തംഭിച്ച അവസ്ഥയിലാണ്. ഹെവൻ ശ്രീ ഗ്രൂപ്പിലെ അംഗങ്ങൾ 17 വർഷത്തോളമായി ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ സേവനം അനുഷ്ഠിക്കുന്നുണ്ട്. ഇതുവരെയുള്ള നാളുകളിൽ നഗരസഭ തനത് ഫണ്ടിൽ നിന്നാണ് ശമ്പളം നൽകിയിരുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന നഗരസഭാ യോഗത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്നതിന് ഈടാക്കുന്ന യൂസർ ഫീയെ കേന്ദ്രീകരിച്ച് രൂപീകരിച്ചിട്ടുള്ള കൺസോർഷ്യത്തിൽ നിന്നും ശമ്പളം നൽകാൻ തീരുമാനിച്ചിരുന്നു. ഓഡിറ്റ് ഒബ്ജക്ഷൻ ചൂണ്ടിക്കാട്ടിയാണ് നഗരസഭാ അധികൃതർ ഈ തീരുമാനമെടുത്തത്. അജണ്ടയിൽ ഇല്ലാത്ത വിഷയം നിശ്ചിത ചർച്ചകൾക്കൊടുവിലാണ് എടുത്തത്. എന്നാൽ LDFും BJPയും തീരുമാനത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നു. അതേസമയം കൺസോർഷ്യത്തിൽ നിന്നും ഹെവൻ ശ്രീ അംഗങ്ങൾക്ക് ശമ്പളം നൽകുന്നത് അനുവദിക്കാൻ കഴിയില്ലെന്ന് വീടുകളിൽ നിന്നും മാലിന്യങ്ങൾ ശേഖരിക്കുന്ന ഹരിതകർമ്മസേന വ്യക്തമാക്കിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഹെവൻ ശ്രീ അംഗങ്ങളുടെ ശമ്പളം മുടങ്ങിയതും പ്രതിഷേധത്തിന് കാരണമായതും. ഞങ്ങൾക്ക് 1 മാസമായിട്ട് ശമ്പളം കിട്ടിയിട്ടില്ല. ശമ്പളം ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഓൺ ഫണ്ടിനാണ് ഞങ്ങൾക്ക് ശമ്പളം തന്നുകൊണ്ടിരുന്നത്. ഓൺ ഫണ്ടിൽ പൈസ ഇല്ലെന്നാണ് സെക്രട്ടറി അറിയിച്ചത്. അപ്പോൾ ഞങ്ങൾ ഹരിതകർമ്മ കൺസോർഷ്യം അക്കൗണ്ടിൽ പ്ലാസ്റ്റിക് വിറ്റ് ആദ്യം ഓൺ ഫണ്ടിലാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് കൺസോർഷ്യം അക്കൗണ്ടിലേക്കായി. അപ്പോൾ അവരോട് ഞങ്ങൾക്ക് ചെക്ക് ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അവർ ഒപ്പിടില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഇത്രയും നാൾ ഏത് വകുപ്പിലാണോ ശമ്പളം തന്നുകൊണ്ടിരുന്നത് ആ വകുപ്പിൽ തന്നെ തുടർന്ന് തന്നാൽ മതി. ശമ്പള വർധന വേണ്ടി ഞങ്ങളൊരു അപേക്ഷ വെച്ചിരുന്നു. അതിനൊരു മറുപടി കിട്ടിയിട്ടില്ല. TCV ഇരിങ്ങാലക്കുട.
കീം പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. റാങ്ക് പട്ടികയിൽ 52,500 വിദ്യാർത്ഥികൾ ഇടം നേടി. ആദ്യ 100 റാങ്കിൽ 13 പെൺകുട്ടികളും 87 ആൺകുട്ടികളുമാണ്. കേരള സിലബസിൽ നിന്ന് 2034 പേരും CBSE സിലബസിൽ നിന്ന് 2785 പേരും റാങ്കിൽ ഇടം നേടി. എഞ്ചിനീയറിംഗ് 1ാം റാങ്ക് ആലപ്പുഴ സ്വദേശിനി P. ദേവനന്ദനും 2ാം റാങ്ക് മലപ്പുറം സ്വദേശി ഹഫീസ് റഹ്മാനുമാണ്. പെൺകുട്ടികളിൽ എറണാകുളം സ്വദേശിനി പൂർണിമ രാജീവ് 1ാമത്, SC വിഭാഗം 1ാം റാങ്ക് മാവേലിക്കര സ്വദേശി ധ്രുവ് സുരേഷും ST വിഭാഗം 1ാം റാങ്ക് ഇടുക്കി സ്വദേശി അഭിജിത്ത് ലാലും സ്വന്തമാക്കി. റാങ്ക് പട്ടികയിൽ ആദ്യ 100-ൽ ഏറ്റവും കൂടുതൽ പേർ എറണാകുളം ജില്ലയിൽ നിന്നാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം പാടൂരിൽ സ്ഥിരീകരിച്ചതോടെ ഭീതിയിൽ ജില്ല. അപൂർവ രോഗം സ്ഥിരീകരിച്ച 12-കാരൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പാടൂരിൽ രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ആരോഗ്യ വിഭാഗം രോഗബാധയുണ്ടാകാനുള്ള കാരണം തേടുന്നുണ്ട്. തലച്ചോറിലെ കോശങ്ങൾ അമീബ തിന്ന് നശിപ്പിക്കുന്നതാണ് രോഗാവസ്ഥയിലുണ്ടാവുക. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലാണ് കൂടുതലായും അമീബയെ കണ്ടെത്തിയിട്ടുള്ളത്. വെള്ളം മൂക്കിലൂടെ പ്രവേശിച്ച് തലച്ചോറിലെത്തുമ്പോഴാണ് രോഗബാധ. എല്ലാവർക്കും രോഗം പിടിപെടണമെന്നില്ല. പനി, തലവേദന തുടങ്ങിയവയാണ് രോഗലക്ഷണങ്ങൾ. നേരത്തെ സംസ്ഥാനത്തിന് വിവിധ ഭാഗങ്ങളിൽ അമീബിക് ജ്വരം റിപ്പോർട്ട് ചെയ്തിരുന്നു. രോഗം മൂർച്ഛിച്ചവർ മരണത്തിന് കീഴടങ്ങിയതോടെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ജനങ്ങളിൽ ഭീതി പടർന്നത്. കരാറുകാർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് അഴീക്കോട് മുനമ്പം ഫെറിയിലെ ബോട്ട് സർവീസ് തടസ്സപ്പെട്ടു. ഇന്ന് രാവിലെ ആദ്യ ട്രിപ്പ് നടത്തിയ ശേഷമാണ് ബോട്ട് സർവീസ് നിർത്തിവെച്ചത്. അഴീക്കോട് മുനമ്പം പാലം നിർമ്മാണം ആരംഭിച്ചതിനെ തുടർന്ന് തൃശൂർ ജില്ലാ പഞ്ചായത്ത് ജങ്കാ സർവീസ് അവസാനിപ്പിച്ച സാഹചര്യത്തിലാണ് കടത്ത് ബോട്ട് ആരംഭിച്ചത്. 13 വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ വയോധികനെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കാട്ടകാമ്പാൽ ചിറക്കൽ സ്വദേശി പയ്യു വളപ്പിൽ വീട്ടിൽ ഉമ്മറിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 2 മാസത്തോളമായി പ്രതി പെൺകുട്ടിയെ പിന്തുടർന്ന് നിരന്തരം അശ്ലീല ചുവയിൽ സംസാരിക്കുകയും ശല്യപ്പെടുത്തുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം കടയിൽ സാധനങ്ങൾ വാങ്ങാനെത്തിയ പെൺകുട്ടിയെ കടന്നുപിടിച്ചതോടെ പെൺകുട്ടി വീട്ടുകാരോട് വിവരം പറയുകയും തുടർന്ന് വീട്ടുകാർ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പുന്നയൂർകുളം പാപ്പാളി ബീച്ചിൽ കാറ്റാടിമരം തലയിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വീട്ടമ്മ മരിച്ചു. പാപ്പാളി പൊന്നോത്ത് സലീമിന്റെ ഭാര്യ 47 വയസ്സുള്ള ഫാത്തിമയാണ് മരിച്ചത്. ഗുരുതര പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കഴിഞ്ഞ മാസം 26-നാണ് അപകടമുണ്ടായത്. കടലോരത്ത് തെങ്ങിൽ നിന്ന് തോട്ടി ഉപയോഗിച്ച് നാളികേരം പറിക്കാൻ ശ്രമിക്കുന്നതിനിടെ സമീപത്തെ കാറ്റാടിമരം കടപുഴകി ദേഹത്തേക്ക് വീഴുകയായിരുന്നു. വികസന പ്രതീക്ഷകളുമായി ആദ്യ മദർഷിപ്പ് വിഴിഞ്ഞം തുറമുഖത്തെത്തി. സാൻ ഫെർണാണ്ടോ മദർഷിപ്പിന് തുറമുഖത്ത് വാട്ടർ സല്യൂട്ട് നൽകി. ട്രയൽ റൺ ഉദ്ഘാടനവും മദർഷിപ്പിന് സ്വീകരണവും നാളെ നടക്കും. 2000-ലേറെ കണ്ടെയ്നറുകളാണ് കപ്പലിനുള്ളിലുള്ളത്. 1930 കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തിറക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രവർത്തനം ആരംഭിക്കുന്നതോടെ കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ പുതിയ അധ്യായം ആരംഭിക്കുകയാണ്. കുന്നംകുളം ഒനീറോ ജംഗ്ഷനിൽ നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ചിയാനൂർ സ്വദേശി പൂത്തിങ്കൽ വീട്ടിൽ ഇനാശുവിനാണ് പരിക്കേറ്റത്. തൃശൂർ ഭാഗത്ത് നിന്ന് കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തെ തുടർന്ന് പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ദേശീയപാത 66-ൽ ചരക്ക് ലോറി മറിഞ്ഞു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ശ്രീനാരായണപുരം 5-ാം പരുത്തിയിൽ ഇന്നലെ അർദ്ധരാത്രിയായിരുന്നു സംഭവം. പഞ്ചസാരയുമായി പോകുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ലോറി റോഡരികിലെ വീടിന്റെ ഇരുമ്പ് മതിൽ തകർത്താണ് മറിഞ്ഞത്. ദേശീയപാത ചെമ്പൂത്രയിൽ ഡിവൈഡറിലിടിച്ച് ചരക്ക് ലോറി മറിഞ്ഞു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. ഡിവൈഡറിലിടിച്ച ലോറി റോഡിന് കുറുകെ മറിയുകയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ലോറിയാണ് മറിഞ്ഞത്. ലോറി മറിഞ്ഞതിനെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കുട്ടംകുളം നവീകരണത്തിനായി സംസ്ഥാന സർക്കാർ ബജറ്റിൽ അനുവദിച്ച തുക പൊതുമരാമത്ത് വകുപ്പിന് കൈമാറിയതായി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അറിയിച്ചു. കുളം ചുറ്റുമതിൽ കെട്ടി സംരക്ഷിക്കുന്നതിനായി 4 കോടി രൂപയാണ് കൈമാറിയത്. ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. വർഷങ്ങൾക്ക് മുമ്പുണ്ടായ കനത്ത മഴയിൽ കുട്ടൻകുളത്തിന് മതിൽ ഇടിഞ്ഞിരുന്നു. താൽക്കാലിക സംരക്ഷണ ഭിത്തി നിർമ്മിച്ചാണ് നാളുകളായി കുളം സംരക്ഷിച്ചിരുന്നത്. കുളം മതിൽ കെട്ടി സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ ഹൈന്ദവ സംഘടനകൾ സമരങ്ങളും നടത്തിയിരുന്നു.
കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെയും കുട്ടംകുളത്തിന്റെയും ചരിത്ര പ്രാധാന്യവും സാംസ്കാരിക പശ്ചാത്തലവും കണക്കിലെടുത്താകും നിർമ്മാണം നടക്കുക. വടക്കുംനാഥ ക്ഷേത്രത്തിൽ ആനയൂട്ടിൽ ഗുരുവായൂർ ദേവസ്വത്തിന്റെ 8 ആനകളെത്തും. ഈ മാസം 16-നാണ് ആനയൂട്ട്. ഊട്ടിൽ പങ്കെടുക്കുന്ന 70 ആനകളിൽ 15 എണ്ണം പിരിയാനകളാകും. ആനയൂട്ടിന് മുന്നോടിയായി രാവിലെ മഹാഗണപതി ഹോമം നടക്കും. പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികനാകും. ആനയൂട്ട് ദിനത്തിൽ ക്ഷേത്രത്തിൽ 10,000 പേർക്ക് അന്നദാനമുണ്ടാകും. കാൽനട യാത്ര പോലും സാധ്യമാകാതെ ചേലക്കരയിലെ ഒരു റോഡ്. പരാതിയുമായി നാട്ടുകാർ രംഗത്ത്. ചേലക്കര വട്ടുള്ളി മല്ലിശ്ശേരിക്കാവ് റോഡിലാണ് ജൽജീവൻ മിഷന്റെ ഭാഗമായി പൈപ്പുകളിടാൻ വേണ്ടി റോഡ് കുത്തിപ്പൊളിച്ചത്. കുഴിയെടുത്ത ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തത് നാട്ടുകാർക്ക് ദുരിതമാവുകയാണ്. റോഡിന് കുറുകെയും വശങ്ങളിലും കുഴികളെടുത്തത് മണ്ണും ചെളിയും നിറഞ്ഞ് കിടക്കുകയാണ്. ഈ വഴികളിൽ വാഹനയാത്രയും കാൽനടയും ഇപ്പോൾ പ്രയാസമാണ്. ഈ റോഡിലൂടെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ എതിരെ മറ്റൊരു വാഹനം വന്നാൽ കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയാണ്. സൈക്കിളിൽ പോകുന്ന വിദ്യാർത്ഥികൾ തെന്നി വീഴുന്നതും വാഹനങ്ങളുടെ ടയർ താഴുന്നതും ഇവിടെ പതിവാകുകയാണ്. കുഴിയെടുത്ത ഭാഗങ്ങളിൽ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് ദുരിതയാത്രയ്ക്ക് കാരണമായി മാറിയത്. 2 മാസമായി ഈ അവസ്ഥയിലാണ് ആളുകൾ യാത്ര ചെയ്തു വരുന്നത്. ബന്ധപ്പെട്ട അധികൃതർ ഉടൻ ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCB ന്യൂസ്, ചേലക്കര. തേക്കിൻകാട് മൈതാനിയിലെ നായ്ക്കനാലിൽ ആൽ മുറിച്ചു നീക്കുന്നു. ആൽ അപകടാവസ്ഥയിലായതിനെ തുടർന്നാണ് 3 മീറ്റർ ഉയരം മാത്രം നിർത്തി ബാക്കി ഭാഗം മുറിച്ചു നിൽക്കുന്നത്. ആൽമരത്തിന്റെ ഉൾവശം പൊള്ളയാണെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് വിദഗ്ധ സംഘം ആൽമരം പരിശോധിക്കുകയായിരുന്നു. ഇതേ തുടർന്നാണ് ആൽമരം അപകടാവസ്ഥയിലായെന്ന് കണ്ടെത്തിയത്. ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് ഈ ആലിൻ്റെ പേരിലാണ്, നായ്ക്കനാൽ. അതൊരു ചരിത്രമാണ് ഇന്നിവിടെ. തീർച്ചയായിട്ടും ഇപ്പോൾ ആലിൻ്റെ ശിഖരങ്ങൾ മാത്രമേ മുറിച്ചു മാറ്റുന്നുള്ളൂ. അപകടാവസ്ഥയിലായ ശിഖരങ്ങൾ മുറിച്ചു മാറ്റുന്നു. അത് ശാസ്ത്രീയമായി തന്നെയാണ് ഫോറസ്റ്റിൻ്റെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ സുജനമാലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അത് നടത്തുന്നത്. തന്ത്രിയുടെ എല്ലാവിധ രീതിയിലുള്ള ഇതിൻ്റെ ആചാരക്രമങ്ങൾ പാലിച്ചിട്ടാണ് അങ്ങനെ കൃത്യമായി ഇവിടെ അപകടാവസ്ഥയിലായതുകൊണ്ട് മാത്രമാണ് അതിൻ്റെ ശിഖരങ്ങൾ മുറിച്ചു മാറ്റുന്നത്. പ്രധാനമന്ത്രി മോദി പങ്കെടുക്കാനെത്തുന്നതിന് മുന്നോടിയായി സുരക്ഷാ കാരണങ്ങളാൽ ആലിന്റെ ചില്ലകൾ നീക്കിയത് നേരത്തെ വിവാദമായിരുന്നു. മണ്ണംപേട്ട വട്ടാണത്രയിൽ വീടിന്റെ പുറകുവശം ഇടിഞ്ഞു വീണു. തൈപ്പറമ്പിൽ ബിനോയുടെ വീടിന്റെ പുറകുവശമാണ് ഇടിഞ്ഞു വീണത്. സംഭവ സമയത്ത് വീടിനകത്തുണ്ടായിരുന്ന 2 കുട്ടികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മകൾ കുളിക്കുന്നതിനിടെയാണ് ശുചിമുറിയുടെ ചുമരും മേൽക്കൂരയും ഇടിഞ്ഞു വീണത്. ശബ്ദം കേട്ട് കുട്ടി പുറത്തേക്ക് ഓടിയതിനാൽ അപകടം ഒഴിവായി. വീടിന്റെ ചുവരുകൾക്കും വിള്ളലേറ്റിട്ടുണ്ട്. വീട്ടുകാരെ സമീപത്തെ വീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചു. കുന്നംകുളം ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിന് സമീപം നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർക്ക് പരിക്കേറ്റു. പെങ്ങാമുക്ക് കൊട്ടിലിങ്ങൽ വീട്ടിൽ 29 വയസ്സുള്ള ശ്രീരാജിനാണ് പരിക്കേറ്റത്. കുന്നംകുളം ഭാഗത്ത് നിന്ന് പെങ്ങാമുക്ക് ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഓട്ടോറിക്ഷ ചെറുവത്താനി നരസിംഹമൂർത്തി ക്ഷേത്രത്തിന് സമീപത്തെ വളവിൽ നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ ഓട്ടോറിക്ഷ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ ശക്തൻ പച്ചക്കറി മാർക്കറ്റിൽ ശൌചാലയം ഉടൻ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻസ് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ശക്തൻ പച്ചക്കറി മാർക്കറ്റിന് മുന്നിൽ ഏകദിന ഉപവാസ സമരം സംഘടിപ്പിച്ചു. ഉപവാസ സമരം FITU സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ ഉദ്ഘാടനം ചെയ്തു. FITU ജില്ലാ പ്രസിഡന്റ് ഹംസ എളനാട് അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് MK അസ്ലം, FITU സംസ്ഥാന കമ്മിറ്റി അംഗം സരസ്വതി വലപ്പാട്, ബിൽഡിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ ലേബേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അനീസ് പെരുമ്പിലാവ്, കാറ്ററിംഗ് ആൻഡ് ഹോട്ടൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് കാട്ടൂർ, വഴിയോര കച്ചവട ക്ഷേമ സമിതി ജില്ലാ പ്രസിഡന്റ് സുരേഷ് നോങ്ങനല്ലൂർ എന്നിവർ സംസാരിച്ചു. വേലൂരിൽ കിണറ്റിൽ ഡീസൽ ഒഴിച്ച് മലിനപ്പെടുത്തി. വേലൂർ വായനശാലയ്ക്ക് സമീപം താമസിക്കുന്ന ചിരപ്പറമ്പിൽ ബിജുവിന്റെ വീട്ടിലെ കിണറ്റിലാണ് രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ ഡീസൽ കലർത്തി കുടിവെള്ളം മലിനമാക്കിയത്. ഇന്ന് രാവിലെ ബിജുവിന്റെ അമ്മ വെള്ളം എടുക്കാൻ വന്നപ്പോഴാണ് ഡീസൽ മണക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ആരോഗ്യ വകുപ്പിലും എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലും പരാതി നൽകി. തൃശൂർ സമർപ്പണ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന രാമായണ ഫെസ്റ്റിന്റെ ഭാഗമായുള്ള വാത്മീകി പുരസ്കാരത്തിന് ഗായിക KS ചിത്ര അർഹയായി. ട്രസ്റ്റിന്റെ
രാമസംഗീതശ്രീ പുരസ്കാരത്തിന് കർണാടിക് സംഗീത രംഗത്തെ യുവഗായിക ഡോക്ടർ NJ നന്ദിനിയും അർഹയായി. 25,000 രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരങ്ങൾ. ഓഗസ്റ്റ് 12-ന് തൃശൂർ റീജിയണൽ തിയേറ്ററിൽ നടക്കുന്ന രാമായണ ഫെസ്റ്റിൽ വെച്ച് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഫെസ്റ്റിന്റെ ഭാഗമായി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി രാമായണ ക്വിസ്, രാമായണ പാരായണം, രാമായണ ഫാഷൻ ഷോ, രാമായണ നൃത്താവിഷ്കാരം തുടങ്ങിയ മത്സരങ്ങളും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ട്രസ്റ്റ് രക്ഷാധികാരി K. കിട്ടു നായർ, ഫെസ്റ്റ് വൈസ് ചെയർമാൻമാരായ G. രാമനാഥൻ, തിരൂർ രവീന്ദ്രൻ, ജനറൽ കൺവീനർ TC സേതുമാധവൻ, ആക്ടിംഗ് കൺവീനർ ശ്രീകുമാർ ആമ്പലൂർ എന്നിവർ പങ്കെടുത്തു. 2.5 കോടിയിലേറെ രൂപ ചെലവഴിച്ച് നടത്തിയ പാവർട്ടി സെന്റർ വികസനം അവതാളത്തിലായതിൽ പ്രതിഷേധിച്ച് പാവർട്ടി മെർച്ചന്റ് അസോസിയേഷൻ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. അശാസ്ത്രീയമായ നവീകരണ പ്രവർത്തനങ്ങൾ മൂലം മഴ പെയ്താൽ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറുകയും കൂടുതൽ അപകടങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യുന്ന അവസ്ഥയാണെന്ന് വ്യാപാരികൾ ചൂണ്ടിക്കാട്ടി. MLAയും പഞ്ചായത്ത് ഭരണസമിതിയും പൊതുമരാമത്ത് വകുപ്പിനെ പഴിചാരി കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണെന്ന് വ്യാപാരികൾ കുറ്റപ്പെടുത്തി. ധർണ മെർച്ചന്റ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് ലൂക്കോസ് തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് AJ വർഗീസ് അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ CL റാഫേൽ, ലിസ K. പോൾ, ഷിജിൽ വർഗീസ്, PI റാഫേൽ, EA ജോസൻ എന്നിവർ സംസാരിച്ചു. എന്നാൽ പാവർട്ടിയിലെ റോഡുകളുടെ അവസ്ഥ പാവർട്ടി പഞ്ചായത്തിലെ 1-ാം വാർഡിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുന്നു. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി CPM സ്വതന്ത്ര ബബിത സുരേഷ് പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസ് കോമേരിക്ക് പത്രിക സമർപ്പിച്ചു. CPM മണലു ഏരിയ സെക്രട്ടറി CK വിജയൻ, CPM ഏരിയ കമ്മിറ്റി അംഗം VG സുബ്രഹ്മണ്യൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ബാബു ആന്റണി തുടങ്ങിയവർ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. NDA സ്ഥാനാർത്ഥിയായി സരിത രാജീവ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസ് കോമേരി പത്രിക സ്വീകരിച്ചു. BJP ജില്ലാ പ്രസിഡന്റ് KK അനീഷ് കുമാർ, ഉപാധ്യക്ഷൻ സുജയ് സേനൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ് തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. SDPI സ്ഥാനാർത്ഥിയായി ഷാമില ഹബീബ് നാമനിർദ്ദേശ പത്രിക പഞ്ചായത്ത് സെക്രട്ടറി ഷിബുദാസിന് സമർപ്പിച്ചു. SDPI ജില്ലാ സെക്രട്ടറി അഷ്റഫ് വടക്കൂട്ട്, ജില്ലാ സെക്രട്ടറി നാസർ തുടങ്ങിയവരും സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ചാലിശ്ശേരിയിൽ അപകടാവസ്ഥയിലായി ജീർണിച്ച കെട്ടിടം പൊളിച്ചു മാറ്റിയില്ല. കുഞ്ഞുങ്ങളെ അംഗനവാടിയിലേക്ക് അയക്കരുതെന്ന് രക്ഷിതാക്കളോട് അപേക്ഷിച്ച് ചാലിശ്ശേരിയിലെ അംഗനവാടി അധ്യാപിക രമാദേവി. ചാലിശ്ശേരിയിൽ അപകടാവസ്ഥയിലായി ജീർണിച്ച കെട്ടിടം വർഷങ്ങളായിട്ടും പൊളിച്ചു മാറ്റിയില്ല. കുട്ടികളോട് അംഗൻവാടിയിലേക്ക് വരല്ലേ എന്നപേക്ഷിക്കുന്ന അംഗൻവാടി അധ്യാപിക രമയുടെ ശബ്ദ സന്ദേശം പുറത്ത്. ഹലോ, എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക് നമ്മുടെ അംഗൻവാടി ഏത് നിമിഷം വീഴാ ജനങ്ങൾ കുട്ടികളെ പറഞ്ഞയക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഞാൻ കുട്ടികളോട് വരണ്ടാന്ന് പറയുക. കാരണം 2 തൂണും ചെരിഞ്ഞ് ഏത് നിമിഷം വീഴാന്നുള്ളൊരു സാഹചര്യത്തിലാണ്. നമ്മൾ കുറെ പ്രാവശ്യമായി പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുന്നു. ഇതുവരെ ഒരു മറുപടി ഉണ്ടായിട്ടില്ല. സത്യത്തിൽ പറഞ്ഞാൽ എനിക്കും പേടിയാണ്. കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ അതാകെ വിഷയമാവും. അപ്പോൾ എന്തെങ്കിലും ഒന്ന് അതിന് വേണ്ടപ്പെട്ട നടപടി പഞ്ചായത്തുമായിട്ട് ചെയ്യണം എല്ലാവരും എന്നുള്ള അപേക്ഷയാണ്. ഇന്ന് മുതൽ ഞാൻ കുട്ടികളോട് വരണ്ടാന്ന് പറയുകയാണ്. കാരണം അത്രയും അപകടാവസ്ഥയാണ് അത്. പെരുവണ്ണൂർ GLP സ്കൂളിനടുത്ത് സ്ഥിതി ചെയ്യുന്ന പഴയ അംഗൻവാടി കെട്ടിടമാണ് പിഞ്ചുകുട്ടികൾക്ക് അപകട ഭീഷണിയായി നിലകൊള്ളുന്നത്. ഏതു നിമിഷവും നിലംപതിക്കാറായ ഈ കെട്ടിടത്തിനരികിലൂടെ വേണം കുട്ടികൾ തങ്ങളുടെ പുതിയ അംഗനവാടി കെട്ടിടത്തിലേക്കെത്താൻ. കെട്ടിടം പൊളിക്കാൻ നിരവധി തവണ പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും ബന്ധപ്പെട്ട അധികൃതർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. 8 വർഷത്തിലായി ഉപയോഗശൂന്യമായി കിടക്കുന്ന കെട്ടിടത്തിന്റെ മേൽക്കൂര ചിതലരിച്ച് ദ്രവിച്ചിട്ടുണ്ട്. കെട്ടിടത്തിനോട് ചേർന്നുള്ള മതിൽക്കെട്ടും തകർന്നു വീണിട്ടുണ്ട്. പഴയ കെട്ടിടത്തിനടുത്ത് തന്നെ പുതിയ കെട്ടിടം പണിത് കുട്ടികളെ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലും കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ കുട്ടികൾക്ക് ഭീഷണിയാണ്. ഇളകിക്കിടക്കുന്ന ഓടുകൾ പലപ്പോഴായി നിലംപതിക്കുന്നതും പതിവായിരുന്നു. ഇതോടെയാണ് അംഗൻവാടി അധ്യാപിക രമാദേവി രക്ഷിതാക്കൾ ഉൾപ്പെടുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ കുട്ടികളെ അയക്കല്ലേ എന്ന ശബ്ദ സന്ദേശം അയച്ചത്. വാർഡംഗം ഉൾപ്പെടെയുള്ളവർ നിരവധി തവണ പരാതി പഞ്ചായത്തിൽ നൽകിയിട്ടും നടപടികളൊന്നും ഉണ്ടായില്ലെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട്. TC വിനോസ്, കുന്നംകുളം.
കൊടകര വെള്ളിക്കുളങ്ങര റോഡിലെ നെല്ലിപ്പറമ്പ് ജംഗ്ഷനിലെ കലുങ്ക് പാലം അപകട ഭീഷണി ഉയർത്തുന്നു. ഏതാനും വർഷം മുൻപ് റോഡ് മെക്കാഡാം ടാറിംഗ് നടത്തി നവീകരിച്ചപ്പോൾ കലുങ്ക് പാലം വീതി കൂട്ടി പുനർനിർമ്മിക്കാതിരുന്നതാണ് അപകട ഭീഷണിക്ക് കാരണം. നേരത്തെ ഉണ്ടായിരുന്ന വീതി കുറഞ്ഞ റോഡിന് അനുസൃതമായാണ് വർഷങ്ങൾക്ക് മുൻപ് കലുങ്ക് നിർമ്മിച്ചത്. ഇതുമൂലം റോഡിനോട് ചേർന്ന് ഉയർന്നു നിൽക്കുന്ന കലുങ്ക് പാലത്തിന്റെ കോൺക്രീറ്റ് ഭിത്തി വാഹനയാത്രികർക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ്. വാഹനം ഇടിച്ചതിനെ തുടർന്ന് കോൺക്രീറ്റ് ഭിത്തി പകുതിയോളം തകർന്നു വീണ് കിടക്കുകയാണ്. അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കലുങ്ക് വീതി കൂട്ടി പുനർനിർമ്മിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ചെമ്പൂച്ചിറ മഹാദേവ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം നാളെ ആഘോഷിക്കും. പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ, പഠന സഹായ വിതരണം എന്നിവ ഇതിന്റെ ഭാഗമായി നടക്കും. മുരിയാട് പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ത്രിദിന ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, വികസനകാര്യ ചെയർമാൻ കെ പി പ്രശാന്ത്, ആരോഗ്യ വിദ്യാഭ്യാസ സമിതി കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിപിൻ വിനോദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഏറെ പ്രിയങ്കരനായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് മാഷ്, KSSPU തെക്കങ്കര യൂണിറ്റിന്റെ സ്പെഷ്യൽ കൺവെൻഷൻ നടന്നു. ജില്ലാ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി KS ജോർജ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് KK ഭരതൻ അധ്യക്ഷത വഹിച്ചു. തെക്കങ്കര ഫാം പ്ലാൻ കർഷക സമിതിയുടെ ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴ കൃഷി വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശ്രീജ അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ അർച്ചന വിശ്വനാഥ്, വടക്കാഞ്ചേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ PG സുജിത, NP ഐസക്, KF ആന്റോ എന്നിവർ സംസാരിച്ചു. കൊടകര പഞ്ചായത്തിന്റെയും കൊടകര സൈബർ പോലീസ് വിംഗിന്റെയും ആഭിമുഖ്യത്തിൽ സൈബർ നിയമങ്ങളെയും കുറ്റകൃത്യങ്ങളെയും സംബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. സിവിൽ പോലീസ് ഓഫീസർ VK കിരൺ, സൈബർ പോലീസ് ഓഫീസർമാരായ നിസ്രു, മനോജ് തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. വൈസ് പ്രസിഡന്റ് KG രജീഷ്, അംഗങ്ങളായ CA റെക്സ്, ഷിനി ജെയ്സൺ, ഷീബ ജോഷി തുടങ്ങിയവർ പങ്കെടുത്തു. കടവല്ലൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ചെണ്ടുമല്ലി കൃഷിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് രാജേന്ദ്രൻ നിർവഹിച്ചു. CDS ചെയർപേഴ്സൺ ശ്രീജ വേലായുധൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ സൗദ, വൈസ് പ്രസിഡന്റ് ഫൗസിയ, കൃഷി ഓഫീസർ അജി, കൃഷി അസിസ്റ്റന്റ് റോണി, മെമ്പർ സെക്രട്ടറി ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. വൃദ്ധയായ വള്ളിയമ്മയ്ക്ക് വീട് നിർമ്മിക്കണമെങ്കിൽ സർക്കാർ സഹായം കൂടിയേ തീരൂ. കാട്ടൂർ മുനയം തുപ്രാടൻ വീട്ടിൽ വള്ളിയമ്മ എന്ന 74-കാരിയാണ് വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് സർക്കാർ സഹായം കാത്തിരിക്കുന്നത്. 2018 വെള്ളപ്പൊക്കത്തിൽ വള്ളിയമ്മയുടെ ഓലവീട് വാസയോഗ്യമല്ലാതായി. പുതിയ വീട് നിർമ്മിക്കുന്നതിനായി പട്ടികജാതി വിഭാഗക്കാരിയായ വള്ളിയമ്മ ലൈഫ് പദ്ധതി പ്രകാരം അപേക്ഷ നൽകിയിരുന്നു. അപേക്ഷ അംഗീകരിച്ച സർക്കാർ പദ്ധതി പ്രകാരം ആദ്യ ഗഡു 95,000 രൂപ നൽകി. ഈ തുക ഉപയോഗിച്ച് വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും തറ നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു. ഇതിനുശേഷം രണ്ടാം ഘട്ട അപേക്ഷ നൽകിയതോടെയാണ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. ലൈഫിന്റെ സൈറ്റിൽ നിന്ന് വള്ളിയമ്മയുടെ പേര് അപ്രത്യക്ഷമായി എന്ന് കാണിച്ചാണ് ഉദ്യോഗസ്ഥർ അപേക്ഷ നിരസിച്ചത്. വീടിനായി ഇരിങ്ങാലക്കുട താലൂക്ക് ഓഫീസിൽ അപ്പീൽ നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല. തുടർന്ന് മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ പരാതി നൽകി. ഈ അപേക്ഷയിൽ വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും വീടിന്റെ കാര്യത്തിൽ നടപടിയായില്ല. കനോലി കനാലിന്റെ തീരത്തെ തന്റെ 5.5 സെന്റ് സ്ഥലത്ത് താൽക്കാലികമായി നിർമ്മിച്ച ഷെഡിലാണ് വള്ളിയമ്മ ഇപ്പോൾ താമസിക്കുന്നത്. മഴക്കാലത്ത് മറ്റ് ബന്ധുവീടുകളിലാണ് രാത്രികാലങ്ങളിൽ കഴിയുന്നത്. സമീപത്തെ കനോലി കനാലിന്റെ വീതി കൂട്ടുന്ന പ്രവൃത്തികൾ ആരംഭിക്കുന്നതുകൊണ്ടാണ് തുക അനുവദിക്കാൻ ബുദ്ധിമുട്ട് നേരിടാൻ കാരണമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതായി വള്ളിയമ്മ പറഞ്ഞു. വീട് നിർമ്മാണത്തിലെ പ്രതിസന്ധി നീക്കി നിർമ്മാണം പൂർത്തീകരിക്കാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ഇടപെടണമെന്നാണ് വള്ളിയമ്മയുടെ ആവശ്യം. 4 കൊല്ലമായി ഞങ്ങൾ അപേക്ഷിച്ചിട്ട്. ഞങ്ങൾ ഈ പുഴയുടെ തീരത്ത് കിടക്കണ കാരണം ഞങ്ങൾക്ക് ഒരു ആനുകൂല്യങ്ങളും അവിടുന്ന് അനുവദിക്കുന്നില്ല. ആദ്യത്തെ തറ കെട്ടാനായിട്ട് ഒരു ഘട്ടം കിട്ടി. പിന്നത്തെ ഗഡുവ് ചെന്നപ്പോൾ പറഞ്ഞു, അവിടുന്ന് അന്വേഷിക്കാൻ വന്നപ്പോൾ ഈ പുഴ അടുത്തായ കാരണം ഈ പൈസ തരാൻ നിർവാഹമില്ല എന്നാണ് അവരുടെ അഭിപ്രായം ഉണ്ടായത്. 2 കുഞ്ഞുമക്കളുണ്ട്, ഞങ്ങൾക്കൊന്ന് കയറി കിടക്കണ്ടേ. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട.
ചാലിശ്ശേരി കാക്കശ്ശേരി കോതമംഗലം പാടശേഖരത്തിൽ ഒന്നാം വിള കൃഷിയുടെ നടീൽ പൂർത്തിയായി. വേനൽമഴ കനത്തതും തുടർന്നുള്ള കാലവർഷത്തിന്റെ വരവും കാരണം പൊടിവിത ഒഴിവാക്കി ഞാറ്റടി തയ്യാറാക്കിയാണ് ഇത്തവണ കൃഷി ഇറക്കിയത്. ഒന്നാം വിള മിക്ക കർഷകരെ ഉപേക്ഷിച്ചുവെങ്കിലും പ്രതിസന്ധികൾ തരണം ചെയ്ത് ഇരു പാടശേഖരങ്ങളിലുമായി 35 ഏക്കർ സ്ഥലത്താണ് വിരിപ്പു കൃഷിയുടെ നടീൽ പൂർത്തീകരിച്ചത്. ഇതിനായി കിലോയ്ക്ക് 42 രൂപ നിരക്കിൽ പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ നിന്നാണ് വിത്ത് വാങ്ങിയത്. മുൻ വർഷങ്ങളിൽ കുറഞ്ഞ ചെലവിൽ നടന്നിരുന്ന വിരിപ്പു കൃഷിക്ക് ഈ വർഷം വലിയ സാമ്പത്തിക ചിലവാണ് ഉണ്ടായത്. അനുകൂലമായ കാലാവസ്ഥ ലഭിക്കുകയും കീടബാധ വരാതിരിക്കുകയും ചെയ്താൽ മികച്ച വിളവ് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് കർഷകർക്കുള്ളത്. കടവലൂർ പഞ്ചായത്തിലുള്ള ഒറ്റപ്പിലാവ് പാടശേഖരത്തിൽ ഇന്നു മുതൽ ഒന്നാം വിളയ്ക്കുള്ള നടീൽ ആരംഭിക്കും. മുണ്ടകൻ കൊയ്ത്ത് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും സംഭരിച്ച നെല്ലിന്റെ പണം ലഭിക്കാത്തതിനാൽ വിരിപ്പു കൃഷി ഉപേക്ഷിക്കാൻ ഒരുങ്ങിയ കർഷകരാണ് നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്ന ചിലരുടെ ധനസഹായത്താൽ കൃഷി ഇറക്കിയിരിക്കുന്നത്. പെൺകുട്ടികൾക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾക്കെതിരായ പോരാട്ടം പ്രമേയമാക്കി ഒരുക്കുന്ന മാജിക് ടൗൺ എന്ന സിനിമയുടെ ചിത്രീകരണം തിങ്കളാഴ്ച തൃശൂരിൽ ആരംഭിക്കുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചു. സാഹിത്യകാരനും ജനകീയ സിനിമാ പ്രവർത്തകനുമായ ശ്രീപ്രതാപാണ് ഈ ക്രൈം ത്രില്ലർ സിനിമയുടെ കഥാ തിരക്കഥാ സംവിധാനം നിർവഹിക്കുന്നത്. തൃശൂരിലും പരിസര പ്രദേശങ്ങളുമായി ചിത്രീകരിക്കുന്ന സിനിമയിൽ IM വിജയൻ, ശിവജി ഗുരുവായൂർ അടക്കമുള്ളവർ അഭിനയിക്കും. ചലച്ചിത്ര സ്നേഹികളുടെ കൂട്ടായ്മയുടെ സഹകരണത്തോടെയാണ് സിനിമ നിർമ്മിക്കുന്നത്. സംവിധായകൻ ശ്രീപ്രതാപ്, അണിയറ പ്രവർത്തകരായ അരുൺകുമാർ, ജയപ്രകാശ് ഒളരി, CG ബൈജു, KG ഷാജൻ എന്നിവർ സിനിമയെ സംബന്ധിച്ച കാര്യങ്ങൾ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. SSF കുന്നംകുളം ഡിവിഷൻ സാഹിത്യോത്സവം വെള്ളി ശനി ദിവസങ്ങളായി വെള്ളറക്കാട് മുക്രിയത്ത് ഓഡിറ്റോറിയത്തിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് SYS കുന്നംകുളം മേഖലാ പ്രസിഡന്റ് അലി അസ്ഹനി ഉദ്ഘാടനം ചെയ്യും. കുന്നംകുളം, പെരുമ്പിലാവ്, കേച്ചേരി, എരുമ്പപ്പെട്ടി, കടങ്ങോട് എന്നീ 6 സെക്ടറുകളിൽ നിന്നായി 1000-ലധികം കലാപ്രതിഭകൾ പങ്കെടുക്കും. ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം സാഹിത്യകാരൻ സോമൻ ചേമ്പ്രത്ത് ഉദ്ഘാടനം ചെയ്യും. SSF ഡിവിഷൻ പ്രസിഡന്റ് അൻസാർ ഫൈസാനി, ജനറൽ സെക്രട്ടറി റാഹിഖ് സാഹിത്യോത്സവങ്ങൾ കഴിഞ്ഞ് യൂണിറ്റ് സാഹിത്യോത്സവങ്ങൾ കഴിഞ്ഞ് 6 സെക്ടറുകൾ സാഹിത്യോത്സവം സമാപിച്ച് അവിടെയൊക്കെ മത്സരിച്ച മത്സരാർത്ഥികളാണ് ഡിവിഷൻ സാഹിത്യോത്സവത്തിൽ മത്സരിക്കുന്നത്. 160 ഇനങ്ങളിൽ 10 വേദികളിലായിട്ട് 1000-ഓളം പ്രതിഭകളാണ് സാഹിത്യോത്സവത്തിൽ മത്സരിക്കുന്നത്. 2 ദിവസം സാഹിത്യോത്സവങ്ങൾ കഴിഞ്ഞ് 6 സെക്ടറുകൾ ക്യാമ്പസ് സെക്രട്ടറി VA ഇർഫാൻ, ജില്ലാ ഡയറക്ടറേറ്റ് അംഗം അൽതാഫ് അദ്നി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാവറട്ടി സാന്റ് ജോസ് പബ്ലിക് സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടന്നു. പോലീസ് അക്കാദമി സബ് ഇൻസ്പെക്ടർ ജിയോ ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിൻസിപ്പൽ സിസ്റ്റർ ദീപ്തി ജോൺ പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. VSAB ഡോക്ടർ VR അനീഷ്, TJ ചെറിയാൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. കേന്ദ്ര നൈപുണ്യ വികസന മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ജൻശിക്ഷൻ സംസ്ഥാൻ തൃശൂർ പരിശീലന കേന്ദ്രത്തിലെ പരിശീലനം പൂർത്തിയാക്കിയ ഗുണഭോക്താക്കളുടെ സർട്ടിഫിക്കറ്റ് വിതരണം സാഹിത്യ അക്കാദമി ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് സർട്ടിഫിക്കറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജൻശിക്ഷൻ സംസ്ഥാൻ ഡയറക്ടർ സുധാ സോളമൻ അധ്യക്ഷത വഹിച്ചു. 1500-ലേറെ ഗുണഭോക്താക്കളും അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു. ജില്ലാ യോഗ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 7ാമത് ജില്ലാ സ്പോർട്സ് യോഗ ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച തൃശൂരിൽ നടക്കും. VKN മേനോ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ, ആർട്ടിസ്റ്റിക്, റിഥമിക് ഉൾപ്പെടെ 6 വിഭാഗങ്ങളായി നടക്കുന്ന മത്സരങ്ങളിൽ 300ഓളം പേർ പങ്കെടുക്കും. സ്പോർട്സ് കൌൺസിലിന്റെ അംഗീകാരത്തോടെ നടക്കുന്ന ചാമ്പ്യൻഷിപ്പിലെ വിജയികൾക്ക് ഗ്രേസ് മാർക്കും ലഭിക്കും. ചാമ്പ്യൻഷിപ്പ് K രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാ യോഗ അസോസിയേഷൻ സെക്രട്ടറി MV പ്രശാന്ത്, ജോയിന്റ് സെക്രട്ടറി MV ശശികുമാർ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ബിനിത പ്രദീപ്, ബാബു കുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു.
കാഴ്ച പരിമിതരുടെ കുടുംബസംഗമം ഞായറാഴ്ച സംഘടിപ്പിക്കുമെന്ന് സേവാഭാരതി ഭാരവാഹികൾ ഇരിങ്ങാലക്കുടയിൽ അറിയിച്ചു. കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് അസോസിയേഷന്റെ സഹകരണത്തോടെ മുകുന്ദപുരം, കൊടുങ്ങല്ലൂർ, ചാലക്കുടി താലൂക്കുകളിലെ കാഴ്ച പരിമിതരെ ഉൾപ്പെടുത്തിയാണ് കുടുംബസമ്മേളനം സംഘടിപ്പിക്കുന്നത്. ഇരിങ്ങാലക്കുട സേവാഭാരതി പ്രസിഡന്റ് നളിൻ ബാബു ഉദ്ഘാടനം ചെയ്യും. ഭാരവാഹികളായ സായിറാം, നളിൻ ബാബു, PS ജയശങ്കർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പേരാമംഗലം ശ്രീ ദുർഗാ വിലാസം LP സ്കൂളിലെ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉദ്ഘാടനം നൃത്താധ്യാപകനും പൂർവ്വ വിദ്യാർത്ഥിയുമായ കുട്ടൻ നിർവഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ K. കൃഷ്ണൻകുട്ടി, വിദ്യാരംഗം കലാസാഹിത്യവേദി കൺവീനർ KG ശാരിക, KJ സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു. കുട്ടികളുടെ കവിതാലാപനം, നൃത്തം, മിമിക്രി തുടങ്ങി വിവിധ പരിപാടികൾ ഇതോടനുബന്ധിച്ച് നടന്നു. വാണിജ്യം. പാർപ്പിട നിർമ്മാണ രംഗത്ത് 25-ലേറെ വർഷത്തെ പ്രവർത്തന പരിചയമുള്ള MD ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ പുതിയ ഓഫീസ് മണ്ണുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചു. മണ്ണുത്തി നടത്തറ റോഡിൽ കൊടുങ്ങല്ലൂർക്കാവ് ക്ഷേത്രത്തിന് സമീപം ചന്ദ്രൻസ് കാസ്റ്റിൽ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച MD ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന്റെ ഓഫീസ് ലയൺസ് ക്ലബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ടോണി ഏനോക്കാരൻ ഉദ്ഘാടനം ചെയ്തു. ആർക്കിടെക്ട് രഞ്ജിത്ത് റോയ്, വേണൂസ് ഡിജിറ്റൽ ആർക്കേഡ് MD KV ആനന്ദ്, റിട്ടയേർഡ് SI VK മോഹനൻ, എൽടെക് മോട്ടോർ കമ്പനി ഉടമ സൂരജ്, ദേവരാഗം റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധി ജോർജ്, MD ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ് പ്രൊപ്പറേറ്റർ വിജയദാസ്, പിതാവ് KV ദേവദാസൻ, കുടുംബാംഗങ്ങൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇരുപത്തഞ്ച് വർഷത്തിലേറെയായുള്ള പ്രവർത്തന കാലയളവിൽ കസ്റ്റമേഴ്സിന്റെ അഭിരുചിക്കിണങ്ങും വിധം 100-ലേറെ വില്ലകൾ നിർമ്മിച്ച് കൈമാറാൻ MD ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ പ്ലാൻ ആൻഡ് എലവേഷൻ, ഇന്റീരിയർ ഡിസൈനിംഗ്, ഗാർഡൻ സെറ്റിംഗ്, മെയിൻ്റനൻസ് വർക്ക്സ് തുടങ്ങിയവ കേരളത്തിലെവിടെയും പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുത്ത് പുതിയ ഉയരങ്ങളിലേക്ക് മുന്നേറുകയാണ് MD ബിൽഡേഴ്സ് ആൻഡ് ഡെവലപ്പേഴ്സ്. കൂടുതൽ വിവരങ്ങൾക്ക് 9497869837 9447380937. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6705 രൂപ, പവന് 53,640 രൂപ, വെള്ളി ഗ്രാമിന് 99 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3623 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പോലീസിനെ ഭീഷണിപ്പെടുത്തിയ തീക്കാറ്റ് സാജൻ ഒളിവിൽ തന്നെ. ദിവസങ്ങൾ പിന്നിട്ടിട്ടും തീക്കാറ്റ് സാജനെ പിടികൂടാനാകാത്തത് തലവേദനയായി. ഒളിവിൽ കഴിയുന്ന പ്രതി പോലീസിനെ വീണ്ടും വെല്ലുവിളിച്ച് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിട്ടു. കരുവന്നൂർ പുഴയിൽ ചാടിയ യുവാവിനായി തിരച്ചിൽ തുടരുന്നു. കരുവന്നൂർ വലിയ പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയുള്ള ആത്മഹത്യ തടയുന്നതിന് വയർ ഫെൻസിംഗ് പ്രവൃത്തികൾ 2 ആഴ്ചയ്ക്കുള്ളിൽ സ്ഥാപിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സംസ്ഥാനത്ത് 3-ാം പാതയ്ക്ക് റെയിൽവേ സർവേ ആരംഭിച്ചു. ഷൊർണൂർ മംഗലൂരു, ഷൊർണൂർ കോയമ്പത്തൂർ, എറണാകുളം ഷൊർണൂർ പാതകളാണ് 3-ാം പാതയ്ക്ക് സാധ്യത. മുസ്രീസ് പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിച്ച മതിലകത്തെ ബംഗ്ലാവ് കടവ് കാട് കയറി നശിക്കുന്നു. ചരിത്ര മ്യൂസിയമാക്കി മാറ്റുമെന്നത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങി. ഇരിങ്ങാലക്കുട നഗരസഭ ട്രെഞ്ചിംഗ് ഗ്രൗണ്ടിലേക്ക് എത്തിയ മാലിന്യങ്ങൾ കൊണ്ടുവന്ന വാഹനങ്ങൾ ഹെവൻശ്രീ പ്രവർത്തകർ തടഞ്ഞു. അംഗങ്ങൾക്കുള്ള ശമ്പളം നൽകാത്തതിനാലാണ് വാഹനങ്ങൾ തടഞ്ഞത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.